ഹംഗ്രി മൃണാളിൽ നിന്ന് ഏറ്റവും ചെറിയ പൈസക്ക് എങ്ങനെയായിരിക്കും വയറ് നടക്കാൻ പറ്റുക? ഇത് ഇവിടുത്തെ സ്മോൾ പോർഷൻ ചോറാണ്. ഇതിന് 14 രൂപയാണ്. ഇത് ചമ്മന്തി. ചമ്മന്തിക്ക് 7 രൂപയാണ്. നമുക്കിത് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ. പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അമ്മ പൊതിച്ചോറ് ഇട്ട് തരുമായിരുന്നു. രാവിലെ 4 മണിക്ക് അമ്മ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് എനിക്ക് 7 മണിക്ക് പോകണം. 7:10 രാജേഷ് ദിവസം ഞാൻ പോവാം ചീമേനി ഇന്ന് കോഴിക്കോടേക്ക് പോകുന്നത്. അമ്മ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് പൊതിച്ചോറുണ്ടാക്കി തരുമായിരുന്നു. അതിൽ ഇങ്ങനെ ഒരു ചമ്മന്തി വെക്കുമായിരുന്നു. വൃത്തികെട്ടവനും വഷളനും ആഭാസനുമായ ഞാൻ ആ പൊതിച്ചോറ് എറിഞ്ഞു കളയും. എന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. ആ ഒരു പ്രായത്തിൽ 17-18 വയസ്സിൽ വീട്ടിലെ ഭക്ഷണത്തിന്റെ സംഭവം എന്താന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയിലായിരുന്നു. അന്ന് വീട്ടിൽ കിട്ടുന്ന വേണ്ടായിരുന്നു. പുറത്തുള്ളത്. എനിവേ 21 രൂപ ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. യെസ്, തീർച്ചയായിട്ടും. ഇനി അതല്ല, അച്ചാറുണ്ട്, വേറെ അച്ചാറുണ്ട്. ചോറും തൈരും കഴിക്കാവുന്നതാണ്. ചോറും തൈരും കഴിക്കുമ്പോൾ 20 ചില്ലറയാവും. ചോറും തൈരും അച്ചാറും കൂടെ കഴിക്കുമ്പോൾ 30 ജസ്റ്റ് മേലെ പോകും. ചോറും ചമ്മന്തി ആയിരിക്കും ആ ജസ്റ്റ് ആ 20-21 രൂപയ്ക്കും. ഇതിനൊക്കെ പുറമെ GST ഉണ്ട്. 20 രൂപയ്ക്ക് എത്രയും GST വരിക? 1 രൂപ. എന്നാൽ അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുന്ന ആ പൊതിച്ചോറ് എത്രയും ടേസ്റ്റുള്ള ഭക്ഷണം ഞാൻ അറിഞ്ഞു പറഞ്ഞില്ലേ. എന്നെ പോലെ കുറച്ചധികം ചമ്മന്തി വേണമെന്നുള്ളവർക്ക് ഈ സ്മോൾ ചോറ് മുഴുവൻ ഒറ്റ ചമ്മന്തി കൊണ്ട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. ചില ബാക്കിയാവും, നല്ല കുഴപ്പമില്ല. ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കട്ടെ. ചോറും തൈരും എന്താണെന്നറിയില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം. ആ പുളി ചമ്മന്തിയും തൈരും ഉണ്ടല്ലോ, 30 ചില്ലറ രൂപയാവും. ചോറും തൈരും ചമ്മന്തി 30 രൂപയുടെ അടുത്ത്. ആക്ച്വലി ഈ സ്മോൾ പോർഷൻ ചോറ് തന്നെ കഴിച്ചു തീർക്കാൻ ഇത്തിരി പാടാണ്, എളുപ്പമല്ല. ചോറും തൈരിൻ്റെയും കൂടെ മാങ്ങാച്ചാറാണോ നല്ലത്? ഇത് ചോറും തൈരും നാരങ്ങാച്ചാർ. ഇത് ചോറും തൈരും ചമ്മന്തി. ചോറും തൈരും മാങ്ങാച്ചാറിനെക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ചോറും തൈരും ചമ്മന്തിയാണ്. ചോറും തൈരും നാരങ്ങാച്ചാറും ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ധൈര്യത്തിൽ വന്നിട്ട് എന്ത് വേണേൽ ഓർഡർ ചെയ്യാം. പച്ചച്ചോറ് മേടിച്ച് കഴിക്കാം. ഇവിടെ നിങ്ങൾ ഇത്ര പണം ചിലവാക്കിയില്ല, കുറച്ചേ പൈസ തന്നുള്ളൂ എന്ന നിലയ്ക്ക് നിങ്ങളെ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. എത്ര പണം കൂടുതൽ ചിലവാക്കുന്ന കസ്റ്റമറും എത്ര കുറച്ച് ചിലവാക്കുന്ന കസ്റ്റമറും ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി വേണേൽ തൈര് മാത്രം മേടിച്ച് കുറച്ച് പഞ്ചസാരയും മേടിച്ച് അതിൽ കലക്കി കുടിച്ചാലും നമുക്ക് ഹാപ്പി. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം മേടിക്കുക, അതിന് മാത്രം കാശ് കൊടുക്കുക.